നമസ്കാരം. ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാതറിൻ പെരസ് ഷഗ്ദം എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തക, രാഷ്ട്രീയ നിരീക്ഷക. പക്ഷേ അവരുടെ പേരിനൊപ്പം എപ്പോഴും ചില വിവാദങ്ങളും വലിയ ചോദ്യങ്ങളും വരും, അല്ലേ? തീർച്ചയായും. കാരണം നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതമെന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒന്നാണ്. അതെ. വ്യക്തിപരമായ വിശ്വാസങ്ങൾ, പിന്നെ രാഷ്ട്രീയ നിലപാടുകൾ, ഇതിലൊക്കെ വലിയ മലക്കം മറിച്ചിലുകൾ കാണാം. പോരാത്തതിന് ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ നുഴഞ്ഞുകയറിയെന്നൊക്കെ വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ വരെ നേരിടുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഇന്നത്തെ ഈ ഡീപ് ഡൈവിൽ നമുക്ക് അവരുടെ ഈ സങ്കീർണമായ വ്യക്തിത്വത്തെയും ആ യാത്രയെയും ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. അവരുടെ ഈ പല മുഖങ്ങൾ, പ്രൊഫഷണൽ ബന്ധങ്ങൾ, അതൊക്കെ ശരിക്കും എന്തായിരുന്നു? അതാണ് ചോദ്യം. അപ്പൊ തുടക്കം. ഫ്രാൻസിലാണ് ജനനം, ഒരു മതേതര ജൂത കുടുംബം. അതെ, ഹോളോകോസ്റ്റ് അതിജീവിച്ചവരുടെ ഒരു പാരമ്പര്യമൊക്കെയുള്ള കുടുംബം. പിന്നീട് പഠനം ലണ്ടനിലായി. അവിടെ വെച്ചാണ് കാര്യങ്ങളൊരു പ്രധാന വഴിതിരിവുണ്ടാകുന്നത്. ശരിയാണ്. കാരണം ലണ്ടനിൽ വെച്ച് വെറും 18 വയസ്സിൽ ഒരു യമൻ പൗരനെ വിവാഹം കഴിക്കാൻ വേണ്ടി അവർ സുന്നി ഇസ്ലാം സ്വീകരിച്ചു. ഓഹോ. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ആ മതപരിവർത്തനമെന്ന് പറയുന്നത് ശരിക്കും അത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടോ ഉൾക്കൊണ്ടിട്ടോ അല്ലായിരുന്നു, മറിച്ച് ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയായിരുന്നു എന്ന് അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതായത് അതൊരു താൽക്കാലിക നടപടി പോലെ. ഒരു തരത്തിൽ, അതെ. പിന്നെ യമനിലെ ജീവിതം. അവിടെ വെച്ച് വീണ്ടും മാറി ഷിയ ഇസ്ലാം സ്വീകരിച്ചു. വീണ്ടും ഒരു മാറ്റം. അതെ, ഷിയ ഇസ്ലാമിനെക്കുറിച്ച് പിന്നീട് ഗൗരവമായി എഴുതാനും തുടങ്ങി. ആ വിവാഹബന്ധം പക്ഷേ അധികകാലം നീണ്ടില്ല. 2014 വിവാഹമോചനം നേടി. പക്ഷേ ഇവിടെ ഈ ലണ്ടൻ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ആരോപണം അന്നു മുതൽക്കേയുണ്ട്. അതെന്താണ്? ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നത്. ഇതവർ നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ആരോപണം നിലനിൽക്കുന്നു. ഇതൊരു വൈരുദ്ധ്യമാണ്. കാരണം പിന്നീട് വരുന്ന കാര്യങ്ങളുമായി ഇതിനെ ചേർത്ത് വായിക്കേണ്ടി വരും. തീർച്ചയായും. ശരി, ഇനി അവരുടെ പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നാൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് പശ്ചിമേഷ്യൻ വിഷയങ്ങളാണ്. യമൻ, ഇസ്ലാമിക തീവ്രവാദം, ഇതൊക്കെ. അതെ, ഈ വിഷയങ്ങളിലുള്ള വൈദഗ്ധ്യം കാരണം UN സെക്യൂരിറ്റി കൗൺസിലിനു വേണ്ടിയൊക്കെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവരെഴുതിയ മാധ്യമങ്ങളുടെ വൈവിധ്യമാണ്. അതാണ് ശ്രദ്ധേയം. പാശ്ചാത്യ മാധ്യമങ്ങളുണ്ട്, റഷ്യൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള RT ഉണ്ട്, ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ, തെഹ്റാൻ ടൈംസ് പോലെ. അതും പോരാഞ്ഞ് ആയത്തുള്ള ഖമേനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് khamenei.ir. എന്തിന്? ഇസ്രായേൽ അനുകൂല പത്രമായ ടൈംസ് ഓഫ് ഇസ്രായേലിൽ വരെ അവരെഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? അതൊരു പ്രധാന ചോദ്യമാണ്. പ്രത്യയശാസ്ത്രപരമായി വിരുദ്ധ ചേരിയിലുള്ള ഇത്രയും പ്ലാറ്റ്ഫോമുകളിൽ ഒരേ സമയം എങ്ങനെ ഒരാൾക്ക് സ്വീകാര്യത കിട്ടി? ഒരുപക്ഷേ പലതരം ഐഡന്റിറ്റികൾ അവർ ഉപയോഗിച്ചിരിക്കാം. ഷിയ ഇസ്ലാമിനെക്കുറിച്ച് പുസ്തകങ്ങളും ഈ സമയത്ത് എഴുതിയിട്ടുണ്ട്, അല്ലേ? എഴുതിയിട്ടുണ്ട്. ഇനി ഇറാനുമായുള്ള ബന്ധം, അത് കുറച്ചുകൂടി അടുത്തതാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ khamenei.ir പോലുള്ള സൈറ്റുകളിൽ സ്ഥിരം എഴുത്തുകാരിയായിരുന്നു. അതുമാത്രമല്ല, 2017 ഇറാൻ സന്ദർശിച്ച് അന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഇബ്രാഹിം റൈസിയുമായി അഭിമുഖം നടത്തി. അതായത് ഇറാൻ ഭരണകൂടത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് ഒരു തരത്തിൽ പ്രവേശനം ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് സൂചനകൾ. ഖമേനെയും പിന്നീട് കൊല്ലപ്പെട്ട ജനറൽ ഖാസിം സുലൈമാനിയെയും ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് ആ നിർണായകമായ വെളിപ്പെടുത്തൽ വരുന്നത് 2021. അതെ, ശരിക്കും ഒരു ബോംബ് പൊട്ടുന്ന പോലെയായിരുന്നു അത്. എന്തായിരുന്നു അത്? അവർ ലോകത്തോട് പരസ്യമായി പറഞ്ഞു, താനിനി ഒരു മുസ്ലിമല്ല, താനൊരു ജൂതയാണ്, ഇസ്രയേൽ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ഒരു സയണിസ്റ്റാണ് എന്ന്. അവിശ്വസനീയം. അതോടൊപ്പം ഇറാനിലും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും നുഴഞ്ഞുകയറാൻ വേണ്ടി തന്റെ ഈ തീവ്ര മുസ്ലിം വ്യക്തിത്വം ഒരു മറയായി ഉപയോഗിക്കുകയായിരുന്നു എന്നും അവർ സൂചന നൽകി. അപ്പോൾ നേരത്തെ പറഞ്ഞ മൊസാദ് ബന്ധമെന്ന ആരോപണം, അതിന് ഇതോടെ വലിയ ബലം കിട്ടി. Organizer.org പോലുള്ള ചില ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ അവരെ ഒരു മൊസാദ് ചാരവിനിതയായി ചിത്രീകരിച്ചു. പക്ഷെ ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. ഇറാനിലെ ഉന്നതരുമായി അടുത്തിടപഴകി ചിത്രങ്ങൾ, റെക്കോർഡിംഗുകൾ, മറ്റ് തന്ത്രപ്രധാന വിവരങ്ങൾ എന്നിവ ചോർത്തുകയായിരുന്നു ലക്ഷ്യമെന്ന്. സ്വാഭാവികമായും ഇറാൻ ഭരണകൂടം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടാവും. പിന്നില്ലാതെ അവരുടെ ലേഖനങ്ങളെല്ലാം ഇറാനിയൻ വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്തു. അവരെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു. ഇതിലെ മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, പറയൂ.
ADL, MEMRI പോലുള്ള ചില പ്രമുഖ ജൂത സംഘടനകൾ ശക്തം മുസ്ലിമായിരുന്ന കാലത്ത് അവരുടെ ചില തീവ്രമായ എഴുത്തുകളെ വിമർശിച്ചിരുന്നു. ശരിയാണ്. എന്നാൽ അന്ന് അവരാരും ശക്തമിന്റെ ജൂത പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷേ അവർക്കത് അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ ആ മറ അത്രയ്ക്ക് ശക്തമായിരുന്നു. അതെ അതെ, അത് അവരുടെ ആ ഓപ്പറേഷന്റെ വിജയമായിരിക്കാം ഒരു തരത്തിൽ കാണിക്കുന്നത്. ഇപ്പോൾ അവരുടെ സ്റ്റാറ്റസ് എന്താണ്? അവർ പൊതുരംഗത്തുണ്ടോ? ഉണ്ട്, സജീവമായി തന്നെയുണ്ട്. ഇപ്പോൾ ELNet, യൂറോപ്യൻ ലീഡർഷിപ്പ് നെറ്റ്വർക്ക്, ഹെൻറി ജാക്സൺ സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് സ്ഥാനങ്ങളുണ്ട്. നിലപാടുകളോ? ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും ശക്തരായ വിമർശകരിൽ ഒരാളാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ഇറാനാണ് എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അപ്പോ കാതറിൻ പെരസ് ശക്തമിന്റെ ഈ കഥ നമ്മൾ നോക്കുമ്പോൾ ഇത് വെറുമൊരു വ്യക്തിയുടെ ജീവിതകഥ എന്നതിലുപരി സ്വത്വം, മതം, മാധ്യമപ്രവർത്തനം, ഇതൊക്കെ ആധുനിക ലോകത്തിലെ ചാരവൃത്തിക്കും പിന്നെ ഈ ഇൻഫർമേഷൻ വാർഫെയറിനുമൊക്കെ എങ്ങനെ ഉപകരണങ്ങളാക്കാം എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. ശരിയാണ്. അവരുടെ ഓരോ ഘട്ടവും, ആ മതപരിവർത്തനങ്ങൾ, എഴുത്തുകൾ, അവസാനം ഈ വെളിപ്പെടുത്തൽ, ഇതെല്ലാം ശരിക്കും വ്യക്തിപരമായ കണ്ടെത്തലുകളായിരുന്നോ അതോ തുടക്കം മുതലേ ഒരു വലിയ കളിയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നോ? ആ ചോദ്യം ഇപ്പോഴും പൂർണ്ണമായി ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. നിങ്ങൾ പ്രേക്ഷകർ ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു മനുഷ്യജീവിതത്തില് ഇത്രയധികം വേഷപകർച്ചകൾ സാധ്യമാണോ? അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടാനും ഒരുപക്ഷെ സ്വാധീനം ചെലുത്താനും എങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നു? ഇതിന്റെ ഒക്കെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തായിരിക്കാം? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു. അടുത്ത ഡീപ് ഡൈവിൽ വീണ്ടും കാണാം. നന്ദി.